നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതിക്ക് ജോലി കിട്ടിയ വിവരം പ്രേക്ഷക സന്തോഷത്തോടെ അറിഞ്ഞിരുന്നുവല്ലോ. റിപ്പോർട്ടർ TV അടക്കം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് ചെയ്യാൻ സാധ്യമാവുന്നതൊക്കെ ചെയ്യാം എന്ന് മന്ത്രി അന്ന് ശ്രുതിക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ ഉറപ്പ് മന്ത്രിയും മന്ത്രിസഭയും പാലിച്ചു. ശ്രുതിക്ക് ജോലി കിട്ടി എന്ന വിവരം സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ കേട്ടത്. ഇന്ന് ശ്രുതിക്ക് ജോലി കിട്ടുമ്പോൾ ശ്രുതി ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസമാണിന്ന്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ വയനാട്ടിലുള്ള മക്കൾ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ശ്രുതി നമുക്കൊപ്പം ചേരുന്നു. ശ്രുതി ഇന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. റവന്യൂ വകുപ്പിൽ ക്ലർക്കായിട്ടാണ് ശ്രുതി ജോലിയിൽ പ്രവേശിക്കുക. നമുക്കും ഇതൊരു സന്തോഷ ദിനമാണ്. വെരി ഗുഡ് മോർണിംഗ് ശ്രുതി. യെസ് ശ്രുതി, ഇനി ശ്രുതി മാഡം ആവാൻ പോവുകയാണ്. ശ്രുതി മാഡം എന്തായിരിക്കും ഇനിയിപ്പോൾ കൂടെയുള്ളവരൊക്കെ വിളിക്കാൻ പോകുന്നത്. റവന്യൂ വകുപ്പിലാണ്. എവിടെയാണ് ഇന്ന് ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്നത്? റെഡിയായോ എല്ലാം? റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിവിലാണ്, അവിടെ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം. ജോയിൻ ചെയ്യണം അല്ലേ? സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനസ്സിനൊരു ടെൻഷനുണ്ടോ? ഓ, നല്ല ടെൻഷനുണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഇനി അവിടെ പോയിട്ട് ജോയിൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ബാക്കി. സർക്കാർ ജോലിക്ക് പോകുന്ന സമയത്താണ് ഏറ്റവും ടെൻഷൻ കുറവുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ശ്രുതി ജോയിൻ ചെയ്യാൻ പോകുന്നത്. സർക്കാർ തന്ന വാക്ക് പാലിച്ചു. ആരൊക്കെ വരും ശ്രുതിക്കൊപ്പം ജോയിൻ ചെയ്യാനായിട്ട്? കൂടെയുള്ള ഏട്ടനും ചേച്ചിയൊക്കെ വരും. ഏട്ടനും ചേച്ചി എല്ലാവരും കൂടിയാ പോവാ അല്ലേ? ഓക്കെ. ഇതിനു മുമ്പ് ശ്രുതി എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തോണ്ട്. ശ്രുതി അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു അതോ മറ്റേതെങ്കിലും വിഭാഗത്തിലായിരുന്നു? ബില്ലിംഗ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇപ്പോൾ രാവിലെ പോകുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇപ്പോൾ ഈ സിവിൽ സ്റ്റേഷനിലേക്ക്? ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിവിൽ സ്റ്റേഷനിൽ തന്നെയാണോ ഇപ്പോൾ ജോലി ഓഫർ ചെയ്തിരിക്കുന്നതും അതോ മറ്റേതെങ്കിലും സിവിൽ സ്റ്റേഷന് പുറത്തുള്ള ഓഫീസിലാണോ? അല്ല, സിവിൽ തന്നെയാണ് ഓഫർ ചെയ്തത്. ആണ്. ഈ നടക്കാൻ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്രുതിക്ക്? നടക്കാം. റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ. കാലത്തെ എല്ലാം ഉറച്ചിട്ടില്ല. അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഇപ്പം 6 മാസം നടക്കണം. ഇപ്പോഴും സ്റ്റിക്ക് വെച്ചാ നടക്കുന്നതല്ലേ? അതെ, കംപ്ലീറ്റ് ഒന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും 6 മാസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. 6 മാസം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. നമുക്കൊപ്പം മിനിസ്റ്റർ കെ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് മിനിസ്റ്ററുമായിട്ടൊന്ന് സംസാരിച്ചാലോ? ഓക്കെ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. സർക്കാരിൻ്റെ വാക്ക് പാലിച്ചു. അങ്ങയുടെ വാക്ക് പ്രത്യേകം അങ്ങ് പാലിച്ചു. വളരെ സന്തോഷകരമായൊരു ദിനമാണ്. വലിയ ദുരന്തത്തിനിടയിലും ചെറിയ ആശ്വാസമാവുന്നത് ഇത്തരം കാഴ്ചകളാണ്. ശ്രുതി ഇന്നിപ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് റെഡിയായി നിൽക്കുകയാണ് മിനിസ്റ്റർ. അപ്പൊ ശ്രുതിക്ക് റവന്യൂ കുടുംബത്തിലേക്ക് സ്വാഗതം. ആദ്യമതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, റവന്യൂ കുടുംബത്തിൽ ഒരു അംഗമായി ശ്രുതി ഇന്ന് രാവിലെ ജോയിൻ ചെയ്യുകയാണ്. ശ്രുതിയോട് അരുൺ ചോദിച്ചതുപോലെ എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് സംശയിക്കേണ്ട. കളക്ടറേറ്റിൽ തന്നെയാണ്. കളക്ടറേറ്റിൽ സ്വാഭാവികമായിട്ടും ആദ്യം പരാതികളെല്ലാം കിട്ടുന്ന സെക്ഷനിലാണ് ശ്രുതിക്ക് ഇപ്പോ ക്ലർക്കായിട്ട് ജോലി കിട്ടുക. അവിടെ നിന്ന് പഠിച്ചായിരിക്കും തുടർന്ന് വേറെ ഏതൊക്കെ സ്ഥലത്തേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുക. ഇപ്പോ അതിഭീകരമായിട്ടുള്ള പ്രയാസം ഉണ്ടാകുന്ന ഒരു വകുപ്പല്ല, കുറച്ചുകൂടി ആയാസമുള്ള ഒരു ജോലി തന്നെയാണ് ശ്രുതിക്ക്. ആ സെക്ഷൻ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. എന്തായാലും ഇത് പറയുമ്പോ പ്രഭാതത്തിൽ റിപ്പോർട്ടറോടൊപ്പം നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഇതുവരെ നമ്മൾ ജൂലൈ 30 വൈകുന്നേരം മുതൽ തുടർച്ചയായി പ്രത്യേകിച്ച് അരുണും ഞാനും തമ്മിൽ റിപ്പോർട്ടർ ചാനലിന്റെ പൊതുപ്രതലത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയുണ്ടായി. ഏതാണ്ട് 95% കാര്യങ്ങളും തീർപ്പാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ കേൾക്കേണ്ടത് മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളിൽ പൊതുവായി തീരുമാനമെടുക്കാനും കഴിഞ്ഞു. ശ്രുതിക്ക് ഒരു ജോലി കിട്ടുമ്പോ ശ്രുതിക്കൊരു ജോലി കിട്ടി എന്ന് മാത്രമല്ല, ചൂരൽമലയ്ക്കും കേരളത്തിലും ദുരന്ത മുഹൂർത്തത്തിൽ ഒരാളും കേരളത്തിൽ ഒറ്റപ്പെടില്ല എന്നുള്ള ഒരു വികാരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ ശ്രുതിയോട് നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. എങ്കിലും റിപ്പോർട്ടറിലൂടെ ഒന്നുകൂടി ശ്രുതി, അപ്പോ ഗുഡ് മോർണിംഗ്.
സന്തോഷത്തോടെ ഇന്ന് ജോലിക്ക് പോകുമെന്ന് കരുതുന്നു. ശ്രുതിയോടൊപ്പം ആർക്കൊക്കെ ഗുഡ് മോർണിംഗ് ശ്രുതി, സന്തോഷത്തോടെ ഇന്ന് ജോലിക്ക് പോകുകയാണല്ലോ. ശ്രുതി മിനിസ്റ്ററോട് സംസാരിക്കാം. ശ്രുതി ഇന്ന് ജോലിക്ക് പോകുകയാണല്ലോ. നേരിട്ട് അവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ട് എന്ന് ശ്രുതി പറഞ്ഞത് ശ്രുതിക്ക് സർക്കാർ ജോലിക്ക് പോകുമ്പോൾ അതെന്താണ് സംവിധാനം ഒന്നും അറിയില്ല. ഇതുവരെ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെയാണ് ശ്രുതി ചെറിയ രീതിയിൽ പണിയെടുത്തിരുന്നത്. അപ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ശ്രുതി. ഇന്നലെ അരുൺ, ഞാൻ ADM സംസാരിച്ചിരുന്നു. രാവിലെ ശ്രുതി വരും, ADM മുമ്പിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ഒരു പേടിയും പേടിക്കേണ്ട ശ്രുതി, ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. നേരിട്ട് ഫിസിക്കലായി കളക്ടറേറ്റിൽ വന്നില്ലെങ്കിലും ജ്യേഷ്ഠന്മാരെ പോലെ ഞങ്ങളൊക്കെ ഒപ്പം ജോയിൻ ചെയ്യാനുള്ള നേരത്തുണ്ടാകും എന്ന് മനസ്സിലാലോചിക്കുക. ഒരു പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടങ്ങളെല്ലാം ഇനിയിപ്പോ ആലോചിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ലെങ്കിലും നമുക്ക് അവരെല്ലാം മനസ്സിലോർക്കുക. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട് എന്ന് കരുതുക. ധൈര്യമായിട്ട്, ഒരു പേടിയും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ടെൻഷനും ഉണ്ടാകണ്ട. ധൈര്യമായിട്ട് ജോലിക്ക് കയറുക. ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. ശ്രുതി, സന്തോഷമായല്ലോ. മിനിസ്റ്റർ തന്നെ റവന്യൂ കുടുംബത്തിലേക്ക് നേരിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ശ്രുതിയെ. അപ്പോൾ പരാതി പരിഹരിക്കുന്ന ഒരു സെല്ലിലേക്കാണ് ആദ്യം പോകുന്നത്, ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പരാതി പറയാനും ചൂരൽമലയിലെ മുണ്ടക്കയിലെ മനുഷ്യരും ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ശ്രുതി അവരോട് പെരുമാറുക? എന്നെ അറിയാലോ അവർക്ക്. അപ്പൊ അതിന്റെ ഇതിൽ അവർ സംസാരിക്കുമ്പോ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളൂല്ലോ അവർക്ക്. അല്ല അരുൺ, അങ്ങനെ പബ്ലിക്കിന് പരാതി പറയേണ്ട ഒരു ആകില്ല. ഡിസ്പാച്ചും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ ശ്രുതിയെ തുടക്കം തന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോകാവുന്ന ഒരു സെക്ഷനിലേക്കായിരിക്കും. ഓക്കെ. അപ്പൊ ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി പോയി വരിക. എല്ലാവിധ ആശംസകളും കേരളത്തിന്റെ മന്ത്രിയുടെ ആശംസ കിട്ടി. അപ്പോൾ